നമസ്കാരം, പ്രവാസ് മലയാളിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രവാസ് ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. ഒമാനിൽ 2249 പേർക്ക് കൂടി കൊറോണ വൈറസ് രോഗബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ അറിയിക്കുകയുണ്ടായി. കഴിഞ്ഞ 3 ദിവസത്തെ കണക്കുകളാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇതോടെ രാജ്യത്ത് ഇതുവരെ കൊറോണ വൈറസ് രോഗം സ്ഥിരീകരിക്കപ്പെട്ടവരുടെ എണ്ണം 1,86,087 ഉയർന്നിരുന്നു. 72 മണിക്കൂറിനിടെ 1654 പേർ കൂടി രോഗമുക്തി നേടിയിരിക്കുന്നു. കഴിഞ്ഞ 72 മണിക്കൂറിനിടെ 11 കോവിഡ് മരണങ്ങളാണ് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതോടെ ഒമാനിൽ കോവിഡ് ബാധിച്ച് മരണപ്പെട്ടവരുടെ എണ്ണം 1661 ഉയർന്നു. ഖത്തറിൽ കോവിഡ് ബാധിച്ച് 2 പേർ കൂടി മരിച്ചതോടെ ആകെ മരണം 284 പുതുതായി 614 പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. 483 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം പകർന്നപ്പോൾ 131 പേർ വിദേശത്ത് നിന്ന് തിരിച്ചെത്തിയവരാണ്. 1365 പേരാണ് നിലവിൽ ചികിത്സയിൽ കഴിയുന്നത്. UAE-യിൽ 2128 പേർക്ക് കൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ചികിത്സയിലായിരുന്ന 2243 പേർ രോഗമുക്തി നേടിയപ്പോൾ പുതുതായി 4 മരണങ്ങൾ കൂടി രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ നടത്തിയ 2,30,734 കോവിഡ് പരിശോധനകളിൽ നിന്നാണ് പുതിയ കോവിഡ് രോഗികളെ കണ്ടെത്തിയത്. ഇന്നുവരെയുള്ള കണക്കുകൾ പ്രകാരം രാജ്യത്ത് 4,85,197 പേർക്ക് കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇവരിൽ 4,38,706 പേരാണ് ഇതിനോടകം രോഗമുക്തരായത്. ഖത്തറിൽ കൊറോണ വൈറസ് മുൻകരുതൽ നിർദ്ദേശങ്ങൾ ലംഘിച്ച 566 പേർക്കെതിരെ പോലീസ് നടപടിയെടുത്തു. പുറത്തിറങ്ങുമ്പോൾ മാസ്ക് ധരിക്കാത്തതിനാണ് 507 പേരെ പോലീസ് പിടികൂടിയതായി അറിയിച്ചത്. മൊബൈലിൽ ഇത്രാസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തതിനാണ് 8 പേരെ പോലീസ് പിടികൂടിയിരിക്കുന്നത്. സാമൂഹിക അകലം പാലിക്കാത്തതിന് 51 പേർ പിടിയിലായി. ഇവരെ പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറിയിരിക്കുന്നു. രാജ്യത്ത് പുറത്തിറങ്ങുമ്പോൾ മാസ്ക് ധരിക്കണമെന്നത് നിർബന്ധമാണ്. UAE-യിൽ കാലാവസ്ഥാ മുന്നറിയിപ്പ് നൽകി അധികൃതർ. ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്ന് ദേശീയ കാലാവസ്ഥാ കേന്ദ്രമാണ് ഞായറാഴ്ച അറിയിച്ചത്. മണിക്കൂറിൽ 45 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനും കടൽ പ്രക്ഷുബ്ധമാകാനും സാധ്യതയുണ്ട്. ഞായറാഴ്ച വൈകിട്ട് 5 മണി മുതൽ തിങ്കളാഴ്ച വൈകിട്ട് 5 മണി വരെയാണ് ജാഗ്രതാ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. തിരമാലകൾ 4 മുതൽ 8 അടി വരെ ഉയരാനും സാധ്യതയുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. രാജ്യത്ത് മൂടൽ മഞ്ഞിന് സാധ്യതയുള്ളതിനാൽ തന്നെ വാഹനം ഓടിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. രാജ്യത്ത് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1198 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചതായി കുവൈറ്റ് അറിയിച്ചത്. ഇതോടെ ആകെ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 2,27,178 ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 15.50% കുറഞ്ഞു. 7,729 ടെസ്റ്റുകളാണ് ഇന്ന് നടത്തിയത്. വിവിധ ആശുപത്രികളിലായി ചികിത്സയിലായിരുന്ന 9 പേർ മരണമടഞ്ഞതോടെ രാജ്യത്ത് ആകെ മരിച്ചവരുടെ എണ്ണം 1279 രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 93.04%. മക്ക മദീന ഹറമൈൻ ട്രെയിൻ ഗതാഗതം ബുധനാഴ്ച പുനരാരംഭിക്കും. വരാനിരിക്കുന്ന ഹജ്ജിന് മുമ്പായി ട്രെയിൻ ഗതാഗതം പൂർണ്ണതോതിലാകുമെന്നാണ് പ്രതീക്ഷ. തുടക്കത്തിൽ പ്രതിദിനം 24 മുതൽ 30 സർവീസ് വരെയാണ് നടത്തുക. 1 മാസത്തിനകം സർവീസുകളുടെ എണ്ണം വർദ്ധിപ്പിച്ച് റമദാനോടെ ദിനംപ്രതി 40 മുതൽ 54 സർവീസുകൾ വരെ നടത്താനാണ് നീക്കം. സർവീസ് പുനരാരംഭിക്കുന്നത് പുണ്യമാസത്തിലാണ്. ഇരു ഹറമുകളിലും പ്രാർത്ഥനയ്ക്കെത്തുന്ന വിശ്വാസികൾക്ക് ഏറെ ആശ്വാസമാകും. കുവൈറ്റിലെ വിവിധയിടങ്ങളിൽ ഇന്റർനെറ്റ് സേവനം തടസ്സപ്പെട്ടു. ശനിയാഴ്ച രാവിലെ മുതലാണ് ചിലയിടങ്ങളിൽ സേവനം പൂർണ്ണമായി നിലയ്ക്കുകയോ അല്ലെങ്കിൽ വേഗത കാര്യമായി കുറയുകയോ ചെയ്തത്. റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി കേബിളുകൾക്കുണ്ടായ തകരാറാണ് പ്രശ്നങ്ങൾക്കിടയാക്കിയതെന്ന് അധികൃതർ അറിയിച്ചു. ഇന്റർനാഷണൽ കണക്ഷൻസ് അതോറിറ്റിയിലെ സാങ്കേതിക വിദഗ്ധർ പ്രശ്നം പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് കുവൈറ്റ് കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി അതോറിറ്റി അറിയിച്ചത്. സൗദിയിലെയും ഗൾഫ് മേഖലയിലെയും പരിസ്ഥിതി സംരക്ഷണം ലക്ഷ്യമിട്ട് സൗദി ഗ്രീൻ മിഡിൽ ഈസ്റ്റ് എന്നീ 2 സ്വപ്ന പദ്ധതികളുമായി സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ പ്രകൃതിയെയും ഭൂമിയെയും സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ആസൂത്രണം ചെയ്ത പദ്ധതി ഉടൻ നടപ്പാക്കി തുടങ്ങുമെന്നും അദ്ദേഹം അറിയിച്ചു. മരുഭൂമിവൽക്കരണം പോലെ മേഖല നേരിടുന്ന വെല്ലുവിളികൾ ഗൾഫ് സാമ്പത്തിക വികസനത്തിന് തന്നെ ഭീഷണിയാണ്. ലഭ്യമായ സീറ്റ് കിലോമീറ്ററിന്റെ കണക്ക് പ്രകാരം ലോകത്തിലെ ഏറ്റവും വലിയ എയർലൈനായി ഖത്തർ എയർവേസിനെ പ്രഖ്യാപിച്ചു. മറ്റ് എയർലൈനുകളേക്കാൾ യാത്രക്കാർക്ക് ആഗോള കണക്ടിവിറ്റി നൽകുന്ന വിമാന കമ്പനിയായി ഖത്തർ എയർവേസ് മാറിയിരിക്കുകയാണ്. വിമാന സർവീസ് മേഖലയിലെ പൊതുവിവരങ്ങൾ നൽകുന്ന ആഗോള ട്രാവൽ ടെക് കമ്പനിയായ OAG-യുടെ പുതിയ റിപ്പോർട്ടിലാണ് ഖത്തർ എയർവേസ് നേട്ടമുണ്ടാക്കിയത്. പ്രതിവാരം 1000-ലധികം സർവീസുകളാണ് 130 ലക്ഷങ്ങളിലേക്ക് കമ്പനി എത്തുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.